അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വളരെയേറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, എല്ലാവർക്കും സുപ്രഭാതം വെള്ളിപ്രഭയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ റമളാനിലെ വളരെ പവിത്രമായ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മഗ്ഫിറത്തിൻ്റെ പത്തിലാണ് നമ്മളൊക്കെയും നിലകൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങൾ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒരുപാട് ലഭിച്ച, അല്ലെങ്കിൽ ആ റഹ്മത്തിൻ്റെ കണികകൾ ലോകത്തുള്ള വിശുദ്ധരായ മുസ്ലിമീങ്ങളുടെയും അല്ലാത്തവരുടെയും ഒക്കെ ഇടയിലേക്ക് അള്ളാഹു പ്രഭ ചൊരിഞ്ഞ 10 ദിവസങ്ങൾ കഴിഞ്ഞു. റമളാനിലെ ആദ്യത്തെ 10 കടന്ന് രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണക്കാക്കിയ ആയുസ്സിൻ്റെ ഓരോ ദിവസങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വാചകം വിശുദ്ധമായ സൂറത്തുൽ മുൽക്കിലൂടെ രാജാധിരാജനായ റബ്ബ് അവൻ്റെ അടിമകളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നന്നായി ജോലിയെടുക്കുന്നത്, നന്നായി അമല് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളതും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് നന്നായി അമൽ ചെയ്യുന്ന ആളാരാണ് എന്ന് കൃത്യമായി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബോധവും ആ ഒരു ചിന്തയും മനസ്സിലുള്ളിടത്തോളം കാലം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൃത്യമായ പരിശുദ്ധമായ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ നമ്മൾക്കാവില്ല. എന്നാൽ ഈ മഗ്ഫിറത്തിൻ്റെ 10ൽ നമ്മളേറെ ആലോചിക്കേണ്ടത് ലോകത്തുള്ള കോടിക്കണക്കിന് ജനങ്ങൾക്ക് അവൻ്റെ മഗ്ഫിറത്തിൻ്റെ വാതിലുകൾ തുറന്നു വെച്ച ഒരു സമയമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മഗ്ഫിറത്തിൻ്റെ വാതിൽ എന്ന് പറയുന്നത് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പകൽ തെറ്റ് ചെയ്ത ആളുകളുടെ തൗബ സ്വീകരിക്കാൻ പകൽ കഴിയുന്നതുവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ രാത്രി തെറ്റ് ചെയ്ത ആളുകൾ തൗബ ചെയ്യുന്നതും കാത്ത് അല്ലാഹു കാത്തിരിക്കുകയാണ്. പകലും രാത്രിയുമെന്ന ഇടവില്ലാതെ, അല്ലെങ്കിൽ ഒരു വ്യത്യാസമില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തെറ്റ് ചെയ്തവരുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എത്രയെത്ര അപാകതകൾ വന്നു പോയിട്ടുണ്ട് എന്നാലോചിക്കുക. എത്ര വേണ്ടാത്തരങ്ങൾ ജീവിതത്തിൻ്റെ പാതയോരങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ കടന്നു വന്ന തിന്മകളിൽ നിന്ന് കൃത്യമായിട്ട് പാപസുരക്ഷിതത്വം നേടാൻ ഈ വിശുദ്ധ റമളാൻ ഒരു നിദാനമാകണം. തൗബ ചെയ്ത് കഴിയുന്ന ആളുകളെ പറ്റി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. ഇല്ലാ മൻ താബ വ അഹ്സന വ അമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഈ വിശുദ്ധമായ ആയത്തിൻ്റെ അർത്ഥം തൗബ ചെയ്യുകയും വ അമില അമലൻ സ്വാലിഹ വ ആമന വ അമില അമലൻ സ്വാലിഹ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്യുന്ന ആളുകൾ. എത്ര വലിയ കൊടുംപാവം ചെയ്ത ആളും ആ പാപത്തിൽ നിന്ന് റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് വഴിമാറി നന്മയുടെ റൂട്ടിലേക്ക് കടന്ന്
സത്യപാന്താവിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ, അള്ളാഹുവിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റി അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവൻ്റെ അതുവരെ ചെയ്തിരിക്കുന്ന പാപങ്ങൾ അതെത്ര ഭീകരമായതാണെങ്കിലും, അല്ലെങ്കിൽ അതെത്ര അളവുള്ളതാണെങ്കിലും, എത്ര എണ്ണമറ്റതാണെങ്കിലും, ആ അളവിനനുസരിച്ച്, ആ പാപങ്ങൾക്കനുസരിച്ച് യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം, യുബദ്ദിലു മാറ്റിമറിക്കും, അള്ളാഹു മാറ്റിമറിച്ചു കൊടുക്കും അവൻ്റെ പാപങ്ങൾ സയ്യിആതിഹിം ഹസനാത്ത്, നന്മകളായിട്ട് മാറ്റിമറിക്കും. അപ്പൊ തൗബ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് അവൻ ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്മയാക്കി മാറ്റിക്കൊടുക്കുമെന്നാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, 2 നിരീക്ഷണ ക്യാമറകൾ നമ്മളുടെ ചുറ്റുമുണ്ട്. കൃത്യമായി സദാസമയത്ത് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട്, ഒരു സമയം പോലും മാറാതെ നമ്മളുടെ പ്രവർത്തനങ്ങളെ, നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ ഓരോ ഇടപെടലുകളെയും കൃത്യമായി ഒപ്പിയെടുക്കുന്ന 2 നിരീക്ഷണ ക്യാമറകൾ. അതൊന്ന് നമ്മളുടെ വലതു തോളലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന റഖീബ് എന്ന മലക്കാണ്. മറ്റൊന്ന് അതീദ് എന്ന മലക്കാണ്. നന്മകൾ ഏത് സമയം ചെയ്യുകയാണെങ്കിലും ആ സമയത്ത് കൃത്യമായി അതൊപ്പിയെടുത്ത് രേഖപ്പെടുത്തി വെക്കാൻ റഖീബ് എന്ന മലക്കിന് സാധ്യമാകും. അത് അള്ളാഹു കൊടുത്തിട്ടുള്ള, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള 2 മലക്കുകൾ. നമ്മളുടെ ഒക്കെ ശരീരങ്ങളിൽ ആ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് സമയം ഹറാമിൻ്റെ പാതയോരങ്ങളിലേക്ക് നമ്മൾ ചെറുതായി നീങ്ങുമ്പോൾ തന്നെ വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ അത് ഒപ്പിയെടുക്കുകയും അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെങ്ങനെയാണ് മായ്ക്കുക? അത് മായ്ക്കലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള തൗബ, മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭ്യമാകണമെങ്കിൽ നസൂഹായ തൗബ നമ്മൾ ചെയ്യണം. നസൂഹായ തൗബ നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഹറാമുകൾ ചെയ്തു വെച്ചിട്ടുള്ള, ജീവിതത്തിൽ ചെയ്ത എല്ലാ അപരാധങ്ങളെയും മുച്ചൂടും മായ്ച്ചു കളയാൻ നമ്മൾ നസുഹായ തൗബയിലൂടെ സാധ്യമാകും. എങ്ങനെയാണ് നമ്മൾ നസുഹായ തൗബ ചെയ്യുക? അത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ വളരെ വ്യക്തമായും സ്പഷ്ടമായും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 2 വരി കവിതയിലൂടെയാണ് അത് എന്ന വിശുദ്ധമായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ടവർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ബൈത്ത് ഇങ്ങനെയാണ്: ഉത്ലുബ് മതാബൻ ബിന്നദാമതി മുഖ്ലിയ വബിഅസ്മി തർകി ദംബി ഫീ മസ്തഖബല വബറാഅതി മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മില. ഈ വിശുദ്ധ റമദാനിൽ എൻ്റെ പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, ഈ റമദാനിലെ 2ാമത്തെ പത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വലിയ മാറ്റത്തിന് തയ്യാറാവണം. മാറ്റം എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം തന്നെ. ഒരു ചെറിയ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കുറഞ്ഞ സമയം നമ്മളുടെ വക്കൽ നിന്ന് വന്നുപോയ, നമ്മളുടെ അടുത്ത് നിന്ന് വന്നുപോയതൊക്കെയും ഒന്ന് ഏറ്റുപറഞ്ഞ് എനിക്കതൊന്ന് പുറത്തു തരണേ അല്ലാ എന്ന് പറയാനുള്ള ഒരു മനസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സാഹചര്യവും നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇത്ര അവസരങ്ങളാണ് നമ്മൾക്കുള്ളത്. ഈ വിശുദ്ധ റമദാനിൽ ഓരോ നിമിഷവും നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇനി ഒരു റമദാനിലേക്ക് എൻ്റെ ജീവിതമുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ച അവധിക്കപ്പുറം ഒരു ദിവസം പോയിട്ട് ഒരു സെക്കൻഡ് പോലും മറികടക്കാൻ നമ്മൾക്ക് സാധ്യമാവുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ച ആ തൗബയുടെ ഷർത്തുകൾ, നിബന്ധനകൾ. ഉത്തുലുബ് മതാബൻ, നീ തൗബയെ തേടുക, ബിന്നദാമത്തി മുഖ്ലിഅ, വേരറുത്ത നിലയിലുള്ള ഖേദം നമ്മൾക്ക് ഉണ്ടാവണം. തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന അതാണ്. ചെയ്ത പാപം എത്ര ഭീകരമാണെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാത്ത ഒരു വിഷമം നമ്മളുടെ മനസ്സിലുണ്ടാവണം. അതിനാണ് നദാമത്തി മുഖ്ലിഅ, വേരറുത്ത നിലയിലുള്ള ഖേദം എന്ന് പറയുന്നത്. വിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചതും അത് തന്നെയാണ്. തൗബ ചെയ്യുമ്പോൾ ആ രൂപത്തിൽ ഖേദം നമ്മൾക്ക് ഉണ്ടാവണം. കേവലം ഒരു ഖേദമല്ല,
ആരെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നമ്മൾ പറയുന്ന ഡയലോഗുകളല്ല. കാരണം നമ്മൾ സംസാരിക്കുന്നത് രാജാധിരാജനായ അള്ളാഹുവിനോടാണ് എന്നുള്ള ബോധ്യം ഹൃദയത്തിലുണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഖേദം അത് ഏറ്റവും പ്രകടമായ രൂപത്തിൽ തന്നെ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും. അടുത്തത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിക്കുകയാണ്, വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല. ഞാൻ ചെയ്ത ആ വലിയ പാപങ്ങളുണ്ടല്ലോ, അത് ഇനി ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന്, അത് പൂർണ്ണമായും ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. അസ്മ്, ദൃഢനിശ്ചയം. ഒരിക്കലും ഞാൻ അതിലേക്ക് ഇനി തിരിച്ചു പോവില്ല. അതെത്ര വലിയ അവസരങ്ങൾ ലഭിച്ചാൽ പോലും ആ പാപത്തിലേക്ക് ഞാൻ തിരിഞ്ഞു പോവില്ല എന്ന് മനസ്സറിഞ്ഞ് ദൃഢനിശ്ചയം ചെയ്യുക. അങ്ങനെ ദൃഢനിശ്ചയം ചെയ്താൽ എന്താ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇതുവരെ ചെയ്ത തെറ്റുകളൊക്കെയും നന്മയായി, സുഹൃതങ്ങളായി അള്ളാഹു നമ്മൾക്ക് രേഖപ്പെടുത്തി തരികയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിബന്ധന സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതല്പം പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതുമാണ്. വബറഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി. മനുഷ്യരോടുള്ള ബാധ്യതകൾ അത് പൂർണ്ണമായും ഒഴിവായിട്ടായിരിക്കണം അള്ളാഹുവിനോട് നമ്മൾ തൗബ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹുവിനോട് ഡയറക്റ്റായിട്ട് ചെയ്യുന്ന പാപങ്ങളുമുണ്ട്, ജനങ്ങളുടെ ഹക്കിലൂടെ വരുന്ന പാപങ്ങളുമുണ്ട്. രണ്ട് രീതിയിലാണ് തെറ്റുകൾ സംഭവിക്കാറുള്ളത്. അള്ളാഹുവിനോട് ഡയറക്റ്റ് ചെയ്ത, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് കേൾക്കാതെ ഈ ലോകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഹറാമുകളും അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾക്ക് പുറത്തു തരും. അള്ളാഹുവിനോട് നസൂഹായ തൗബ ചെയ്താൽ ഞാൻ പറഞ്ഞതുപോലെ പൂർണ്ണമായ ഖേദവും അതുപോലെ ഇനി അതിലേക്ക് തിരിച്ചു പ്രവേശിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയവും ചെയ്യുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് പുറത്തു തരും. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള പാപം എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ ഹക്കിലൂടെയുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഗീബത്താണ്, നമീമത്താണ്. മറ്റുള്ളവരെ പറ്റി അനാവശ്യമായ ചർച്ചകൾ, അനാവശ്യമായ സംസാരങ്ങൾ. അള്ളാന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചില്ലേ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് 2 അവയവങ്ങളെക്കുറിച്ച് നിങ്ങൾ എനിക്ക് ജാമ്യം തരികയാണെങ്കിൽ ആ 2 അവയവങ്ങളെ ഞാൻ സൂക്ഷിച്ചു കൊള്ളാമെന്ന് നിങ്ങൾക്ക് ജാമ്യം തരാൻ കഴിയുമെങ്കിൽ സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുന്നുവെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ 2 അവയവങ്ങളിൽ ഒന്ന് നാവാണ്, മറ്റൊന്ന് ഗുഹ്യ ഭാഗമാണ്. ഒന്ന് നാവാണ്. അവനവൻ്റെ നാവിനെ സംരക്ഷിക്കാൻ നമ്മൾക്ക് സാധ്യമാകണം. മുസ്ലിം ആരാണെന്ന് ചോദിച്ചപ്പോൾ മുസ്ലിമിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ കണ്ടത് എന്താണ്? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്നാണ്. നാവ് കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാത്ത മനുഷ്യൻ. അപ്പൊ നമ്മളുടെ നാവ് കൊണ്ട് ഒരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് പോയി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറയുക തന്നെ വേണം. അതല്ലാതെ മറ്റൊരു മാർഗം അതിനില്ല. നമ്മൾ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യാൽ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും രൂപത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് മറ്റൊരു മനുഷ്യന് വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനോട് തന്നെ പൊരുത്തപ്പെടിക്കൽ നമ്മളുടെ ബാധ്യതയാണ്. അതേപോലെ ഒരാൾക്ക് നമ്മൾ പണം കൊടുക്കാനുണ്ട്, അത് കൊടുക്കാതെ നിൽക്കുകയാണ്. ഗസ്ബൻ എന്നുള്ള നിലക്ക് പിടിച്ചു പറിച്ച സമ്പത്താണ്. അല്ലെങ്കിൽ അതിർത്തി തർക്കത്തിന്റെ പേരിൽ അവനവന് അർഹതപ്പെട്ടതല്ലാത്തത് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മനുഷ്യരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അത് മനുഷ്യരോട് തന്നെ പറഞ്ഞു പൊരുത്തപ്പെടിച്ചിട്ടേ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരൂ. കാരണം മനുഷ്യരോടുള്ള ഹക്ക് അത് അവരോട് തന്നെ തീർക്കണമെന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ തൗബ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നത് ഈ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കോലത്തിലുള്ള അള്ളാഹുവിലേക്ക് മടങ്ങൽ ഈ രൂപത്തിലാകുമ്പോൾ അള്ളാഹു സ്വീകരിക്കും. തീർച്ചയായിട്ടും മടങ്ങേണ്ടതുണ്ട്. ഈ വിശുദ്ധ റമദാൻ അതിന് ഏറ്റവും മാതൃകായോഗ്യമായ അവസരങ്ങൾ നമ്മൾക്ക് ഇനിയും വരാൻ സാധ്യതയില്ല. കാരണം ഇനി അടുത്ത റമദാനാണ്. ഓരോ റമദാൻ കടന്നു പോകുമ്പോഴും ഓരോ മഗ്ഫിറത്തിന്റെ 10 കടന്നു പോകുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾക്കുള്ള അവസരങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയ പാപം ചെയ്ത മനുഷ്യനും നമ്മൾ ആലോചിക്കണം, ലോകത്ത് എത്രയൊക്കെ ആളുകൾ മാറിയിട്ടുണ്ട് എന്ന്. ക്രൂരമായ തിന്മകൾ ചെയ്ത മനുഷ്യർ വളരെ പെട്ടെന്ന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി പിന്നീട് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിയ നിരവധി ചരിത്ര സംഭവങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. ഞാനതൊന്നും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ധന്യമായ ഈ ജീവിതം
അതേറ്റവും ധന്യമായ രൂപത്തിൽ തന്നെ അവസാനിക്കേണ്ടതുണ്ട്. നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് ഒന്നാലോചിച്ച് നോക്ക്. ലോകത്ത് കോടിക്കണക്കിന് വരുന്ന ജനങ്ങളിൽ അള്ളാഹു പ്രത്യേകമായി സെലക്ട് ചെയ്ത് മാറ്റിവെച്ച ഒരു വിഭാഗം ജനങ്ങളാണ് നമ്മൾ എന്ന ബോധ്യം പരിശുദ്ധരായ മുസ്ലിമീങ്ങൾക്കുണ്ടാവണം. ആ ഒരു ബോധ്യമുണ്ടാകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ എനിക്ക് ലഭിച്ച ഹിദായത്തിൻ്റെ വിളക്ക് അവസാന നിമിഷം വരെ എൻ്റെ റൂഹ് പിടഞ്ഞു തീരുന്നത് വരെ ചേർത്തു പിടിക്കാൻ എനിക്ക് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ ഈ മഗ്ഫിറത്തിൻ്റെ പത്തിൽ എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളുടെ ദോഷങ്ങളൊക്കെയും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ഈ വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനത്തെ സമയം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരിച്ചു മരിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവസാനം വരെ ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിക്കാനും തഖ്വയോടെ ജീവിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസ്വീർ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.